പ്രതിസ്ഥാനത്ത് കോൺഗ്രസ് നേതാവായതുകൊണ്ട് മാത്രം ചർച്ച ചെയ്യാതെ പോകുന്ന കൊലപാതകങ്ങളുടെ കൂട്ടത്തിലേക്ക് പുതിയൊരെണ്ണം കൂടി ചേർക്കപ്പെടുകയാണ്. കോൺഗ്രസ് കുടുംബാംഗവും തിരുവനന്തപുരം വെമ്പായം സ്വദേശിയുമായ വട്ടപ്പാറ അജിത്തിന്റെ മരണം ഹൃദയാഘാതം കാരണമാണെന്നായിരുന്നു മഹിളാ കോൺഗ്രസ് നേതാവും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഭാര്യയുടെ ആദ്യ പ്രതികരണം. പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അജിത്തിന്റെ മരണകാരണം തലക്കേറ്റ അടിയാണെന്നാണ് പറയുന്നത്. സ്വന്തം ഭർത്താവിന്റെ മരണത്തെക്കുറിച്ച് എന്തിനായിരിക്കും ഒരു ഭാര്യ കള്ളം പറഞ്ഞിട്ടുണ്ടാവുക? ഈ ചോദ്യത്തിന്റെ ഉത്തരം തേടിപ്പോയാൽ ഭയപ്പെടുത്തുന്ന ചില യാഥാർത്ഥ്യങ്ങൾ വെളിച്ചത്ത് വരും. ഒക്ടോബർ 20 ദീപാവലിയുടെ തലേ ദിവസമാണ് അജിത്തിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. മരണത്തിന് തൊട്ടു മുൻപ് ഭാര്യയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അജിത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. പോസ്റ്റിനൊപ്പം ശരീരത്തിൽ മർദ്ദനത്തിന്റെ പാടുകളേറ്റതിന് ചിത്രങ്ങൾ കൂടി ചേർത്തുള്ള ഈ ഫേസ്ബുക്ക് കുറിപ്പ് അജിത്തിന്റെ മരണ വാർത്ത പുറത്തു വരുന്നതിനൊപ്പം ഡിലീറ്റ് ചെയ്യപ്പെടുന്നു. മരണാനന്തര ചടങ്ങുകൾ തീരും മുന്നേ വീട്ടിലെ മുറികൾ തിടുക്കപ്പെട്ട് പെയിന്റ് ചെയ്യുന്നു. ഇതൊക്കെ മരണത്തിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ്. ഭർത്താവുമായി തർക്കമുണ്ടായിരുന്നു എന്ന് ബീന തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം തെളിവുകളായി അവശേഷിച്ച ഫേസ്ബുക്കിലെ ചിത്രങ്ങൾ നീക്കുന്നു. തിടുക്കപ്പെട്ട് മുറികൾ പെയിന്റ് അടിച്ച് തെളിവുകൾ നശിപ്പിക്കുന്നു. ശരീരത്തിൽ 31 പരിക്കുകളാണ് പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടർമാർ കണ്ടെത്തിയത്. പ്രതിസ്ഥാനത്ത് കോൺഗ്രസ് രാഷ്ട്രീയം പേറുന്നവരല്ലായിരുന്നു എങ്കിൽ ആസൂത്രിതമായി നടപ്പിലാക്കിയൊരു കൊലപാതകം വാർത്തകളിൽ നിറഞ്ഞേനെ.